Okay, in the last video we discussed what is the conformation of a cyclohexane, and we compare the stabilities between the cyclohexane, different cyclohexane. Okay, here we are explaining the conformation of methyl cyclohexane. What is methyl cyclohexane? On the basis of the attachment of the methyl group on the cyclohexane, it can be classified into equatorial cyclohexane if it is attached at the equatorial position of the cyclohexane, and other is axial cyclohexane if the methyl group is attached to the axial position of the cyclohexane. Anyway, we can simply draw the two conformations like this. ഇവിടെ കാണിക്കുന്നു ഒരു ഇക്വറ്റോറിയൽ മീഥൈൽ സൈക്ലോഹെക്സേനെയും ആക്സിയലിനെയും. ഇക്വറ്റോറിയൽ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വറ്റോറിയൽ പൊസിഷനിൽ CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തതുകൊണ്ട്, ആക്സിയൽ എന്ന് പറയുമ്പോൾ ആക്സിയൽ ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്തതുകൊണ്ട്. ഇനി ഈ രണ്ട് പൊസിഷനിൽ മാത്രമല്ല, നമുക്കറിയാം ഒരു ചെയിൻ കൺഫോർമേഷനിൽ ഒരുപാട് ആക്സിയൽ പൊസിഷനും ഒരുപാട് ഇക്വറ്റോറിയൽ പൊസിഷനും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ വേണമെങ്കിൽ ഈ ഒരു ഇക്വറ്റോറിയൽ പൊസിഷൻ വേണമെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ എനിക്ക് ഈ ഒരു ആക്സിയൽ പൊസിഷൻ അല്ലേ, നമ്മൾ ആക്സിയൽ എങ്ങനെയായിരുന്നു പറഞ്ഞത്, ഒന്ന് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഈ ഒരു ആക്സിയൽ പൊസിഷൻ എനിക്ക് വേണമെങ്കിൽ കാണിക്കാം. അപ്പോൾ എവിടെ ആയിരുന്നാലും കുഴപ്പമില്ല. If the shown the methyl group should be attached to the equatorial and the axial position. ഓക്കെ, ഇത് ഞാനൊരു സിമ്പിളായിട്ട് ഡ്രോ ചെയ്തതാണ്. ഞാൻ ഒന്നും കൂടെ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഡ്രോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? Here I shown all the hydrogen atoms that is attached to the 6 carbon atoms. ഓക്കെ, ഈ ഓരോ കാർബൺ ആറ്റത്തിലുമുള്ള ഹൈഡ്രജനെ ഞാൻ കാണിച്ചു. അതിനകത്ത് ഇവിടെ ഉള്ളത് ഫസ്റ്റ് കാർബണിലോട്ടാണ് CH3 ഗ്രൂപ്പ് ആക്സിയൽ പൊസിഷനിൽ കിടക്കുന്നത്. Okay, in this compound, in this conformation, the first CH3 group is attached to the equatorial position of the first carbon. All other carbon is given here. Okay, ഇനി ഈ ഒരു ഇത് നമ്മൾ നന്നായിട്ട് ഡ്രോ ചെയ്യാൻ പഠിക്കണം. ഇനി ഇതേ കൺഫർമേഷൻ ഇത് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ഒരു ആക്സിയൽ ഇക്വറ്റോറിയലായി നമുക്ക് കിട്ടുക? ഇപ്പം നമ്മളൊരു റിംഗ് ഫ്ലിപ്പിംഗ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇഫ് യു ആർ കൺസിഡറിങ് എ റിംഗ് ഫ്ലിപ്പിംഗ്, വാട്ട് വിൽ ഹാപ്പൻ? ദ ആക്സിയൽ ബോണ്ട് വിൽ ചേഞ്ചസ് ഇൻ ടു ദ ഇക്വറ്റോറിയൽ ബോണ്ട്. ഓക്കെ, ഈ ഒരു ആക്സിയൽ CH3 ഗ്രൂപ്പ് എവിടെയായിട്ട് വരുന്നു? ഇക്വറ്റോറിയൽ CH3 ഗ്രൂപ്പായിട്ട് വരുന്നു. ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് ഇതിനകത്തുള്ള എല്ലാ ഹൈഡ്രജൻസിനും ഉണ്ടാകും. പക്ഷെ നമുക്കിവിടെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ നമ്മൾ ഓരോ ഹൈഡ്രജനെയും നമ്മൾ ഡിഫറെൻറ്റ് കളറോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷനോ കൊടുത്തിട്ടില്ല. എനിവേ all the groups attached in this conformation will changes into the other when it is undergoing a flipping. That means axial will changes into the equatorial and equatorial will changes into the axial. Okay, after that we are going to the stability factors. Okay, normally എല്ലാ കൺഫോർമേഷനും നമ്മൾ പറഞ്ഞാൽ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? വിച്ച് കൺഫോർമേഷൻ ഇസ് ഓഫ് ഹാവിങ് ദ ഹയർ സ്റ്റെബിലിറ്റി. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു കൺക്ലൂഷൻ അങ്ങ് പറയുകയാണ് ചെയ്തത്. ഇക്വറ്റോറിയൽ മീഥൈൽ സൈക്ലോഹെക്സേൻ ഇസ് മോർ സ്റ്റേബിൾ കൺഫോർമേഷൻ ദാൻ ദ ആക്സിയൽ മീഥൈൽ സൈക്ലോഹെക്സേൻ. After that we are discussing what is the reason behind the extra stability of the equatorial methyl cyclohexane. Okay, we can go through that reason. In order to find out the reason, we want to be thorough with a particular term, that means a 1,3-diaxial interaction. എന്താണ് ഈ 1,3-diaxial interaction വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കി ഞാൻ ഒരു ആക്സിയൽ പൊസിഷനിലുള്ള, ആക്സിയൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നാലും നമ്മൾ ആ മീഥൈൽ ഗ്രൂപ്പ് ആക്സിയൽ പൊസിഷനിലാണ് കിടക്കുന്നത്. ഞാൻ ഈ രണ്ട് ചെയിൻ കൺഫോർമേഷൻ കാണിച്ചു, ഞാൻ മീഥൈൽ സൈക്ലോഹെക്സേനെ കാണിച്ചു, ഇവിടെ ആക്സിയൽ പൊസിഷനിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ നമ്പറിങ് കൊടുത്തു. എനിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്പറിങ് കൊടുക്കാം. 1 2 3 4 5 6 ഒരു പാറ്റേൺ. നെക്സ്റ്റ് ആണെങ്കിലോ 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഇൻട്രാക്ഷൻ നോക്കുകയാണ്. ഈ ഒരു മീഥൈൽ ഗ്രൂപ്പിന് ഈ തേർഡ് കാർബണിലുള്ള ഹൈഡ്രജനുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ പോസിബിളാണ്. ഞാൻ തിരിച്ച് പറയും, ഈ ഒരു നമ്പറിംഗ് ആണ് കൊടുക്കുന്നതെങ്കിലോ ദിസ് ഫസ്റ്റ് കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന CH3 ഗ്രൂപ്പ് ഈ തേർഡ് കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജനുമായിട്ട് എന്ത് പോസിബിലിറ്റി ഉണ്ട്? ഒരു ഇൻട്രാക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ദ 1,3-diaxial interaction. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു പോയിന്റ്സുകൾ മാത്രം ഞാൻ പറയുന്നു. The methyl at the equatorial position is parting away from the ring and has a plenty of space. Okay, when methyl is axial, it lacks space. Steric interaction, that is mainly due to the hydrogens that are also on axial pistons. The axial methyl, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. The axial methyl and the hydrogens are 1 carbon apart and the relative position is 1,3, and that is why
that is called the 1,3-diaxial interaction. ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹൈഡ്രജനിലോട്ടല്ല, അതിൻ്റെ അടുത്തത് നെക്സ്റ്റ് വൺ എപ്പാർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് CH3 ഗ്രൂപ്പ് നെക്സ്റ്റിൽ കിടക്കുന്ന ഈ നമ്പറിങ്ങിൽ ഞാൻ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ CH3 ഗ്രൂപ്പ് 2ൽ കിടക്കുന്ന ഹൈഡ്രജനുമായിട്ടല്ല, മറിച്ച് വൺ എപ്പാർട്ട് ഫ്രം ദാറ്റ് മീൻസ് ഈ 3ൽ കിടക്കുന്ന ഹൈഡ്രജനുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. ഞാൻ തിരിച്ചു പറയുകയാണെങ്കിലോ 1ൽ കിടക്കുന്ന മീഥൈൽ ഗ്രൂപ്പ് സെക്കൻഡിലല്ല തേർഡിൽ വൺ എപ്പാർട്ടിലുള്ള ഹൈഡ്രജനുമായിട്ട് എന്തുണ്ട്, ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദ 1,3-diaxial ഇൻറ്ററാക്ഷൻ. ഹിയർ 1,3-diaxial ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഇൻട്രാക്ഷനാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കി, ഈ ഒരു നമ്മളിവിടെ പറഞ്ഞു ഇക്വറ്റോറിയൽ പൊസിഷനിലാണെങ്കിൽ ഇത് മീഥൈൽ ഗ്രൂപ്പ് അറ്റ് ഇക്വറ്റോറിയൽ പൊസിഷൻ ഇസ് ബോണ്ടിങ് എവേ ഫ്രം ദ റിംഗ്. ആ ഒരു ടേം നമുക്കിവിടെ പറയാൻ പറ്റും. ഈ CH3 ഗ്രൂപ്പ് ഇവിടെ ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇക്വറ്റോറിയൽ പൊസിഷൻ എന്ന് പറയുന്ന റിങ്ങിൽ നിന്ന് ഒന്ന് പോയിന്റഡ് എവേ ആണ്. ഓക്കെ, സോ ഇതിന് എന്തുണ്ടാവില്ല, അവിടെ ഒരു ഇൻട്രാക്ഷന് പോസിബിലിറ്റി ഇല്ല. ഇങ്ങനെയുള്ള ഇക്വറ്റോറിയലുള്ള ഈ ഒരു കൺഫർമേഷൻ റിംഗ് ഫ്ലിപ്പ് ചെയ്ത് എന്തായി, അത് ആക്സിയലിലോട്ട് വന്നു. If it reaches at the axial position, then there is a possibility for the 1,3-diaxial interaction. That means 1, 2, 3. ഒന്നുകിൽ ഈ CH3 ഗ്രൂപ്പും ഈ 1ലും 3യിലുള്ള ഈ 1ലുള്ള CH3 ഗ്രൂപ്പും 3ലുള്ള H തമ്മിലൊരു ഇൻട്രാക്ഷൻസ് നടക്കാം. ഇനി അതല്ല, then 1, 2, 3. Here also an interaction is possible. That means a steric strain is seen here. ഇവിടെ ഒരു steric strain ഉണ്ടാകുന്നു. Okay, the 1,3-diaxial interaction which engenders the steric effect which destabilizes the axial conformation. If a steric hindrance is seen here, then it will destabilize that conformation. Okay, when the CH3 is in the axial position, the two axial hydrogen on C3 and C5 and the CH3 group on C1 approach closely as 3 axial it's not bonds. Okay, it is the bonds. Bonds on the same side of the ring are parallel to each other. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു പാരലൽ ആയിട്ടുള്ള ഇവർ തമ്മിൽ എന്ത് നടക്കുന്നുണ്ട്, ഒരു ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ട്. സോ അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്. ഓക്കെ, this axial hydrogen and the CH3 result in crowding. We know that this axial CH3 and the H that is seen at the axial position is a result in the crowding, and the repulsive steric interaction is formed in between them. Just because of this steric crowding, there is a possibility for the repulsive interaction between this CH3 and both the hydrogen atom. Just because of this repulsive steric interactions are called the 1,3-diaxial interaction or 1,3-diaxial interaction. Okay, ഈ ഒരു പോയിന്റ് ഒന്നുകൂടെ പറയാം. The two axial hydrogen on C3 and C5 and the CH3 group on C1 approach closely as 3 axial bond on the same side of the ring are parallel to each other. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഈ 3 പേരും CH3 ഗ്രൂപ്പ് H ഇവരെല്ലാവരും ആക്സിയലിൽ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, എല്ലാവരും ആക്സിയലിൽ കിടന്നു. ഈ എല്ലാവരും പാരലൽ ടു ഈച്ച് അതർ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്റ്റെറിക് ഹിൻട്രൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഉണ്ടാക്കുന്നു. ദാറ്റ് റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻ. So 1,3-diaxial interaction is a repulsive steric interaction. It is a repulsive steric interaction called the 1,3-diaxial interaction. Okay, ഞാൻ വേറൊരു ഡയഗ്രാം കൂടെ കാണിച്ചു തന്നേ ഉള്ളൂ. CH3 group is attached to here 1,3 interactions. Okay, ഇനി ഈ ഒരു 1,3 ഇൻട്രാക്ഷന് ആരിൽ പോസിബിൾ അല്ല? ഇക്വറ്റോറിയൽ സൈക്ലോഹെക്സേനിൽ പോസിബിൾ അല്ല. വൈ? Just because it is seen apart or it is pointing apart from the normal position. Okay, അതുകൊണ്ട് തന്നെ this repulsive, the 1,3-diaxial interaction is absent in equatorial cyclohexane. Therefore, we can say that equatorial cyclohexane is more stable than the axial cyclohexane. So, നമ്മൾ എന്താണ് അതിൻ്റെ റീസൺ എന്ന് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഒരു അതിൻ്റെ റീസൺസ് പറഞ്ഞു. ആഫ്റ്റർ ദാറ്റ് വി ആർ കൺക്ലൂഡിങ് ദാറ്റ് equatorial cyclohexane is more stable than the axial cyclohexane just because of the absence of the 1,3-diaxial interaction. That means repulsive interaction. Okay, ഇനി നമുക്ക് നോർമലി എല്ലാ കൺഫോർമേഷനിലും നമ്മൾ പറയാറുണ്ട്, രണ്ട് കൺഫോമേഴ്സിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ, ഏതെങ്കിലും ഒന്നിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഇവിടെ നോർമലി ഇത് പോസിബിൾ അല്ല. വൈ? just because the energy barrier between the two conformers is too small
Means in order to change from one conformer to other conformer is too small. That means 1.7 kilojoule mole inverse is only needed. So the individual conformers cannot be isolated. That means one conformer can easily be transformed into the other conformer. Therefore, it is very difficult to separate each individual conformers. Okay. So this we can conclude today's class. Okay.